ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. ആദി എന്തീ കാണിക്കുന്നത്? ആളുകൾ ശ്രദ്ധിക്കുന്നു. ഒരു ബോധമില്ലാതായി രണ്ടിനും. ആശി വന്ന് ഒച്ചയെടുത്തുകൊണ്ട് ഞങ്ങളെ പിടിച്ചു മാറ്റി. അപ്പോഴാണ് പരിസരം ഓർക്കുന്നത്. കണ്ണു തുടച്ചുകൊണ്ട് പെട്ടെന്ന് അകന്നു നിന്നു. വിളിച്ചോണ്ട് പോയിക്കോടാ. കണ്ണു തുടക്കുന്നിടയിൽ അവൻ പറഞ്ഞു. കാര്യമായ എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് ആശി ഊഹിച്ചിരുന്നു. പക്ഷെ അപ്പോൾ അവൻ അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ആദിയുടെ കയ്യിൽ പിടിച്ച് അവന് തിരിഞ്ഞടന്നു. ആ പോക്ക് നോക്കി വേദനയോട് അവനിങ്ങനെ തറഞ്ഞു നിന്നു. നമ്മൾ അന്വേഷിച്ച് ഷിയാബ്ക്ക് കോളേജിലെങ്ങാൻ പോയാ അറിയാലോ, പ്രശ്നമാവും. നടത്തത്തിനിടയിൽ ആശി ഓർമ്മിപ്പിച്ചു. വീട്ടിലെത്തി യാന്ത്രികമായാണ് ഓരോ കാര്യങ്ങളും ചെയ്തു തീർത്ത്. മനസ്സ് നെയ്ച്ചുകാരൻ്റെ അടുത്ത് തന്നെയായിരുന്നു. നഷ്ടപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് എത്രത്തോളം ആഴത്തിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു. ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ നെച്ചുകാരനെ വിളിച്ചു. എൻ്റെ കോള് കാത്തിരുന്ന പോലെ ആദ്യ റിങ്ങിൽ തന്നെ ഇക്ക കോൾ അറ്റൻഡ് ചെയ്തു. പ്രണയത്തിന്റെ ആദ്യ നാളുകളിൽ എന്ന പോലെ ഞങ്ങൾ ഓരോന്നും സംസാരിച്ചു. എത്ര പറഞ്ഞിട്ടും കേട്ടിട്ടും മതി വരുന്നുണ്ടായിരുന്നില്ല. ഊണും ഉറക്കവും ഇല്ലാതെ അങ്ങനെ നീണ്ടുപോയി. പെട്ടെന്നാണ് ഇക്കാന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു സംസാരം ഉണ്ടാവുന്നത്. ആദി നമുക്ക് പോയാലോ? നാട് വിടാം. ഞാൻ വിളിച്ചാൽ വരില്ലേ നീ? ഇക്കയുടെ ശബ്ദം ഗൗരവത്തിലായിരുന്നു. പക്ഷെ മറുപടി എടുക്കാൻ എനിക്കൊട്ടും ആലോചിക്കേണ്ടി വന്നില്ല. ഉപ്പയില്ല എന്ന കുറവ് അറിയിക്കാതെ എന്നെ നെഞ്ചിലിട്ട് വളർത്തിയ എൻ്റെ ശിഹാബക്ക. വേദനിപ്പിക്കാൻ കഴിയില്ല എനിക്ക്. ഇക്കാന്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ ആ നിമിഷം നിശ്ചിക്കാനോട് എനിക്ക് യെസ് പറയാമായിരുന്നു. ആരുടെയും വേദന കണക്കിലെടുക്കാതെ സ്വന്തം മുഖം മാത്രം നോക്കാമായിരുന്നു. പക്ഷെ എൻ്റെ ഉപ്പ മരിച്ചതിൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയാണ് ആ പാവം ജീവിച്ചത് തന്നെ. ഞാനെങ്ങാനും ഇറങ്ങിപ്പോയാൽ ഏറ്റവും കൂടുതൽ എന്നെ വെറുക്കുന്ന ആശയായിരിക്കും, എനിക്ക് ഉറപ്പാ. ഈ ജന്മത്തിൽ പിന്നെ അവനെൻ്റെ മുഖത്തേക്ക് പോലും നോക്കില്ല. എല്ലാവരെയും വെറുപ്പിച്ചും വേദനിപ്പിച്ചും സന്തോഷം കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്നതാണെന്ന് തോന്നി എനിക്ക്. മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ശരിയെന്ന് തോന്നിയിട്ടോ അല്ലയോ? മൗനമായിരുന്നു നെച്ചുകാരൻ്റെ മറുപടി. കുറച്ച് സമയം മിണ്ടാന്ന് കോൾ കട്ട് ചെയ്ത് ഞാനും തിരികെ വിളിക്കാൻ പോയില്ല. പക്ഷേ കണ്ണുകൾ അനിയന്ത്രിതമായി നിറഞ്ഞൊലിക്കുന്നുണ്ടായിരുന്നു. ഒന്നും ആശയോട് മറച്ചു വെച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞു. കേട്ട് കഴിഞ്ഞപ്പോൾ അവനും കുറച്ച് സമയം മൗനമായിരുന്നു. പിന്നെ എൻ്റെ ഫോൺ കയ്യിലെടുത്തു. അതിന് അവൻ്റെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നെച്ചുകാരനോട് ഇനി അന്വേഷിച്ച് വിളിക്കരുതെന്നും പറഞ്ഞു. മാസങ്ങൾ കഴിഞ്ഞു. എല്ലാം ഉൾക്കൊള്ളാൻ മനസ്സ് പാകപ്പെട്ടു വന്നു. അതിനിടയിൽ അവൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നു. കുറെ ദിവസത്തിന് ശേഷമാണ് ആഷിയനോട് അതേക്കുറിച്ച് പറയുന്നത്. വൈകാതെ നെച്ചുകയും അവന്റെ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു തുടങ്ങി. പറഞ്ഞു നിർത്തി അവളൊരു ദീർഘനിശ്വാസം വലിച്ചു വിട്ട് കണ്ണുകൾ അമർത്തി തുടച്ച് സാറിന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ഈ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് സാറ് മാറ്റം കിട്ടി നമ്മുടെ കോളേജിലേക്ക് വരുന്നത്. ഇതെല്ലാം ഉള്ളിൽ കിടന്ന് അലട്ടുന്ന കാരണം സാറിന്റെ ക്ലാസ്സിലേക്ക് മര്യാദക്കൊന്നും ഇരിക്കാൻ പോലും കഴിയാതെ വന്ന്. ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അന്നൊരു ദിവസം കരഞ്ഞോട് ഞാൻ ഓടി വന്ന്. അന്ന് നെച്ചുക്കാനെയും കൂടെ അവന്റെ വൈഫിനെയും കണ്ടപ്പോഴാണ്. അപ്രതീക്ഷിതമായതുകൊണ്ട് ഞാനാകെ വല്ലാണ്ടായി പോയി. ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെ ആയി. സാറുണ്ടല്ലോ, അവിടെ ഞാൻ ഹാപ്പിയാ. പുഞ്ചിരിയോടെ ആളോ എൻ്റെ മുഖത്തേക്ക് നോക്കി. ഹാപ്പി ആയിട്ടാണോ? അവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നെഞ്ചുപൊട്ടി കരഞ്ഞ്. അത് കഴിഞ്ഞതൊക്കെ ഓർമ്മ വന്നപ്പോൾ അറിയാതെ കരഞ്ഞു പോയതാ. അതിനർത്ഥം ഇപ്പോഴും നിനക്കറിയാൻ ഇഷ്ടമാണെന്നല്ലേ? ആ പ്രണയം അതേപോലെ നീ മനസ്സിൽ കാത്ത് സൂക്ഷിക്കുന്നു എന്നല്ലേ? മറ്റൊരുത്തനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പെണ്ണിനെയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്? അങ്ങനെ ഒരുത്തിയുടെ കഴുത്തിലാണോ ഞാൻ മാറിയാർത്തേണ്ടത്? ചോദിച്ചപ്പോൾ അവന്റെ ശബ്ദം കടത്തിരുന്നു. അതുവരെ ശാന്തമായിരുന്ന അവന്റെ മുഖം പെട്ടെന്ന് മാറിയതുകൊണ്ട് അവളൊന്നും ഭയന്നു. അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ ഉത്തരമില്ല അവൾ തലകുനിച്ചു. പെട്ടെന്ന് അവന്റെ അധരങ്ങൾ അവളുടെ കവിളിലേക്ക് ചേർന്നു. നനച്ചിരിക്കാതെ ആയതുകൊണ്ട് അവളൊന്ന് ഞെട്ടിപ്പിടഞ്ഞ് അവനെ നോക്കി. ആ മുഖത്ത് നിറയെ കുസൃതിയായിരുന്നു. ചുമ്മാ പേടിച്ചോ? അവളുടെ ചെവിയോരം ചേർന്ന് അവൻ പതിയെ ചോദിച്ചു. അപ്പോൾ അവിടുന്ന് അവളവന്റെ കയ്യിനൊരു തള്ളി വെച്ച് കൊടുത്തു. വീർപ്പിച്ചേട്ടിയ മുഖമായി അവനെ തുറുക്കനെ നോക്കി. അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ചുണ്ട് കടിച്ചു പിടിച്ച് ഒതുക്കി നിർത്തി. എന്നിട്ട് അവളെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു. അതൊക്കെ കഴിഞ്ഞില്ലേ? ഓട്ടെ, വിട്ടുകളാ. എപ്പോഴേ വിട്ടു, ഓർക്കാറ് കൂടിയില്ല. പ്രത്യേകിച്ച് സാറിന് കിട്ടിയ പിന്നെ. ആണോ? ഇരുവരിലും പുഞ്ചിരി നിറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ കഥകളും പറഞ്ഞില്ലേ, ഇനി സാറിന് പറ. എൻ്റെയോ? എൻ്റെ എന്ത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടൊന്നും തോന്നിയിട്ടില്ല. നിന്റെ മനസ്സിലുള്ള അറിയാൻ വേണ്ടി ഒരു നമ്പർ ഇറക്കിയതാ. കാണണോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. സാറ് ചുമ്മാ പറയുന്നത്. ആൾക്ക് ദേഷ്യവും സങ്കടം ഒരുപോലെ വന്നു. ഫെബി അവളെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. അറിയണം നിർബന്ധമാണോ? ആ വേണം. അതിന് മാത്രമൊന്നുമില്ലടി. എന്നാലും പറ, കേൾക്കട്ടെ. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയായിരുന്നു. +1 ഞാൻ ആദ്യമായിട്ട് അവളെ കാണുന്നത്. ഒരു സെക്കൻഡ് വായടച്ചു വെക്കാതെ കളകളാന്ന് നാവിട്ട് അലക്കുന്ന ഒരു പെണ്ണ്. ദേഷ്യമായിരുന്നു എനിക്ക് ആദ്യം. ഇതിന് വേറെ പണിയില്ലെന്ന് തോന്നുമായിരുന്നു. പിന്നീടപ്പോഴോ ഞാൻ പോലും അറിയാതെ അവളെൻ്റെ ഹൃദയത്തിലെ സ്ഥാനം പിടിച്ചു. കുറച്ചു കാലം അവൾ അറിയിക്കാതെ ഉള്ളിൽ തന്നെ കൊണ്ടുനടന്നു. പിന്നീട് പറയണം തോന്നി. പക്ഷേ എങ്ങനെ പ്രപ്പോസ് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. അവളെങ്ങനെ പ്രതികരിക്കുന്നുള്ള പേടി വേറെയും. രണ്ടും കൽപ്പിച്ച് ഞാൻ പറയാൻ തന്നെ തീരുമാനിച്ചു. മെല്ലെ എഴുന്നേറ്റ് അവളുടെ ബെഞ്ചിൽ അവൾ കരിയിലായി ചെന്നിരുന്നു.
നോട്ട് കംപ്ലീറ്റ് ചെയ്യുന്ന പണിയിലായിരുന്നു അവള്. അതിൽ നിന്നും തലകരുത്തി നോക്കാൻ എന്നോട് കാര്യം അന്വേഷിച്ചു. എനിക്ക് പറയാൻ സാധിച്ചില്ല. വീണ് ചോദ്യം ആവർത്തിച്ചവും ഞാനിരുന്ന് പരിങ്ങാൻ തുടങ്ങി. വിഷയം മാറ്റാനെന്നോണം പഠന കാര്യങ്ങൾ എടുത്തിട്ടു. അവൾ എഴുത്തു നിർത്തി പേന ബുക്കിലേക്ക് വെച്ച് എൻ്റെ മുഖത്തേക്ക് നോക്കി. എന്ത് പറയാനാ നീ വന്ന്? അത് പിന്നെ വാക്കിൽ കിട്ടാതെ ഞാനിന്ന് വിയർക്കാൻ തുടങ്ങി. അവളാണെങ്കിൽ എൻ്റെ മുഖത്ത് നോട്ടം പിൻവലിക്കൊന്നുമില്ല. ആ ഉണ്ടക്കണ്ണുകൾ കൊണ്ട് അങ്ങനെ നോക്കുക. ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. ഫെബി, നിനക്കെന്നെ ഇഷ്ടമാണോ? ഐ മീൻ, എന്നോട് പ്രണയമാണോ? ചോദ്യം പ്രതീക്ഷിക്കാതായതുകൊണ്ട് ഞാനത് ഞെട്ടി. എങ്കിലും അവൾക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചില്ല. ആണെങ്കിൽ എന്നൊരു മറുചോദ്യം ഉന്നയിച്ചു. ആണെങ്കിൽ എനിക്ക് തന്നെ ഇഷ്ടമാണ്. അവളുടെ മറുപടിയിട്ട് എനിക്കൊന്ന് തുള്ളിച്ചാടാൻ തോന്നി. അത്രയ്ക്ക് സന്തോഷം. നീ പറഞ്ഞ പോലെ തുടങ്ങിയായിരുന്നു അവിടുന്ന് അങ്ങോട്ട്. 3 അല്ല 5 വർഷം. 5 വർഷം ഞങ്ങൾ പ്രണയിച്ചു. ഡിഗ്രി വരെ ഒരുമിച്ചായിരുന്നു. അത് കഴിഞ്ഞുള്ള പഠനത്തിലാണ് ഇരുവഴികളിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്. പക്ഷേ വിഷമമില്ലായിരുന്നു. കാരണം അത്രയ്ക്ക് ദൃഢപ്പെട്ട് കഴിഞ്ഞിരുന്നു ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി എന്ത് സംഭവിച്ചാലും പിരിഞ്ഞു പോയില്ലെന്ന് ഉറച്ച വിശ്വാസം. പക്ഷേ പടച്ചോന്റെ കിതാബിൽ അവളുടെ പേരിനൊപ്പം ചേർക്കപ്പെട്ടത് എൻ്റെ പേരിലായിരുന്നു, മറ്റൊരാളുടെ ആയിരുന്നു. ആദ്യമായിട്ട് അവൻ വന്ന് കണ്ടപ്പോൾ തന്നെ അവൾ എനിക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞു. ഞാൻ അവളുടെ ഉപ്പയുടെ കാര്യം വരെ പിടിച്ചു. പക്ഷെ എന്നെ കേൾക്കാൻ പോലും അയാൾ കൂട്ടാക്കിയില്ല. പണവും പ്രതാപവും കൊണ്ട് തലയെടുത്ത് നിൽക്കുന്ന അവനൊരു വശത്തും പേരിന് പോലും ഒരു ജോലിയില്ലാത്ത ഞാൻ മറുവശത്തും. ഏതുപ്പയെ എന്നെ പോലെ ഒരാൾക്ക് മകളെ പിടിച്ചേൽപ്പിക്കുക? നടന്നില്ല. എന്നെ പിടിച്ച് പുറത്തായി ഗേറ്റ് അടക്കുന്നതോടൊപ്പം അവളുമായിട്ടൊരു കോണ്ടാക്റ്റും വയ്ക്കരുതെന്നൊരു താക്കീതും ചെയ്തു. പക്ഷെ ഞാൻ അടങ്ങിയില്ല. പറ്റാവുന്ന പോലെയൊക്കെ അവളെ കാണാൻ ശ്രമിച്ചു നോക്കി. ഒന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ എല്ലാ പഴുതുകളും അവളുടെ വീട്ടുകാർ അടച്ചിരുന്നു. നഷ്ടപ്പെടുകയാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനും എത്രത്തോളം അവളെ പ്രണയിച്ചിരുന്നെന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഭ്രാന്തിനെ പോലെ എല്ലായിടത്തും അവൾക്കായിട്ട് അലഞ്ഞു. പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് അന്വേഷിച്ചു. എവിടെയും കണ്ടെത്താനായില്ല. എല്ലാ ശ്രമങ്ങളും പാഴായി പോവുകയായിരുന്നു. ദിവസങ്ങൾ കൊഴിഞ്ഞു പോയതല്ലാതെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല. ആ പയ്യനുമായിട്ട് തന്നെ അവിടെ വിവാഹം കഴിഞ്ഞു. പിന്നീട് ഒരു സുഹൃത്ത് വഴി അറിഞ്ഞതാ. അവളറിയാതെ അവളുടെ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നാൾ ഒരുപാട് സന്തോഷവതിയ. അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് അവൾ എത്തിച്ചേർന്നത്. പറഞ്ഞു നിർത്തി അവരൊരു ദീർഘനിശ്വാസം വലിച്ചു വിട്ടു. ആദ്യം ഇപ്പോഴും അവന്റെ മുഖത്തൊന്ന് കണ്ണെടുത്തിട്ടില്ല. നേരിയ സങ്കടം ആ മുഖത്ത് നിഴലിച്ച് അവൾ മനസ്സിലാക്കിയിരുന്നു. കാണാനെങ്ങനെയാ? സുന്ദരിയായിരുന്നു? മൊഞ്ചത്തിയായിരുന്നു. ആദ്യനുള്ളിൽ കുശുമ്പ് തലപൊക്കി തുടങ്ങി. പേര് പറഞ്ഞില്ലല്ലോ സാറ്? അവൾ വീണ്ടും ചോദിച്ചു. പേരും നാളൊക്കെ നീ എന്തിനാ അറിയുന്നത്? അവൾ എന്റെ പ്രണയമാണ്. അതൊക്കെ ഞാൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി ഫെബി മനഃപൂർവ്വം പറഞ്ഞു. അത് കേട്ടതും പെണ്ണിന്റെ മുഖം കടന്നൽ കുത്തിയ പോലെ വീർത്തു. കണ്ടു നിൽക്കെ ഫെബിക്ക് ചിരി പൊട്ടി. അവൻ പണിവിട്ട് അതിനെ പിടിച്ചു നിർത്തി. ഒളികണ്ണാൽ ആദിയുടെ മുഖത്തേക്ക് നോക്കി. അവിടെ മാറ്റമൊന്നുമില്ല. അങ്ങനെ തന്നെ വീർപ്പിച്ച് കെട്ടിയിരിക്കുന്നു. എന്റെ കുശുമ്പി പാറു. ചിരിച്ചുകൊണ്ട് അവനവളുടെ കവിളിലൊന്ന് പിച്ചു വലിച്ചു. വെറുതെ പറഞ്ഞാടി, നിന്റെ അത്രയും മൊഞ്ചൊന്നും അവൾക്കില്ല. മാത്രമല്ല, ഈ നെഞ്ചിനകത്ത് ഇപ്പൊ നീയേ ഉള്ളൂ. നിനക്ക് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. പറഞ്ഞുകൊണ്ട് അവളുടെ കൈ കവർന്നെടുത്ത് അവൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴും ആ ചുണ്ടുകളിൽ നിറഞ്ഞൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കവേ അന്ന് ആ കത്തിൽ അവനെ കുറിച്ച് പറഞ്ഞൊക്കെ നുണക്കഥകളാണെന്ന് പൂർണ്ണ വിശ്വാസം തോന്നി അവൾക്ക്. അതിലേറെ മനസ്സിന് സമാധാനവും. സമയം 3 ഉറങ്ങണ നിനക്ക്? വാ, എഴുന്നേൽക്ക്. രണ്ടുപേരും എഴുന്നേറ്റ് അകത്തേക്ക് കയറി വാതിലടച്ചു. ഫെബി അവന്റെ മുറിയിലേക്ക് കയറി. ആദ്യം അവരുടെ റൂമിലേക്കും. ബെഡിന്റെ ഒരറ്റത്തായി ആഷി കിടപ്പുണ്ട്. അവനെ നോക്കി അവളും ചെന്ന് കിടന്ന് കണ്ണുകൾ അടച്ചു. കട്ടിലേക്ക് മലർന്നെങ്കിലും ഫെബിയുടെ മനസ്സ് നിറയെ ആദ്യം പറഞ്ഞ അവളുടെ പ്രണയകഥയായിരുന്നു. അതവന്റെ ചിന്താമണ്ഡലത്തിൽ കിടന്നിങ്ങനെ സഞ്ചരിക്കാൻ തുടങ്ങി. അതോടൊപ്പം തന്നെ അവന്റെ ഉറക്കവും പോയി കിട്ടി. കാരണം ആ കഥ അത് ഞാൻ മുമ്പൊരിക്കൽ കേട്ടതാണ്, മറ്റൊരാൾ പറഞ്ഞിട്ട്. അയാളുടെ നഷ്ടപ്രണയത്തിന്റെ കഥയായിട്ട്. ആശയെ കാണണം. ഞാൻ ഉദ്ദേശിച്ച ആൾ തന്നെയാണ് അവൾ പറഞ്ഞ നെച്ചുക്ക എന്ന് എനിക്കറിയണം. നേരം പുലരാറായി. ഓരോ സെക്കൻഡുകൾ വേണ്ടി അവൻ കാത്തിരുന്നു. പ്രത്യേകിച്ച് ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വൈറ്റ് മുണ്ടും വൈറ്റ് ഷർട്ടും തലയിലൊരു തൊപ്പിയും. അത് തന്നെ മതിയായിരുന്നു അവന്റെ മൊഞ്ച എടുത്തു കാണിക്കാൻ. നിക്കാഹിന് പള്ളിയിലേക്ക് പുറപ്പെടുന്നതിന് മുന്നേ കണ്ണാടിക്ക് മുമ്പിൽ ചെന്ന് നിന്ന് ഷിയാബ് ഒന്നുകൂടി മൊത്തത്തിൽ വിലയിരുത്തി നോക്കി. മനസ്സംതൃപ്തി തോന്നി അവന്. റൂമിൽ നിന്ന് ഇറങ്ങാൻ തുനിയുമ്പോഴാണ് ആഷി ആദ്യം അങ്ങോട്ട് കയറി വരുന്നത്. പുതിയ ആപ്പിള വേഷത്തിൽ നിൽക്കുന്ന ഇക്കാക്കാനെ മുഞ്ചി കണ്ട് രണ്ടിന്റെയും കണ്ണു തള്ളി. സന്തോഷത്തോടെ ഓടിച്ചെന്ന് രണ്ടുപേരും അവനെ കെട്ടിപ്പിടിച്ചു. ഒട്ടുമണിക്കാതെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവനും അവരെ ഇറുകെ പുണർന്നു. ആഷിയുടെയും ആദിയുടെയും കണ്ണുകൾ ഒരുപോലെ ഈറനണിഞ്ഞു. മനസ്സ് നിറയിക്കയുടെ ജീവിതം ഇന്ന് ഹാപ്പി ആയിരിക്കണേ എന്നുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു. കുറച്ച് നിമിഷങ്ങൾ അങ്ങനെ നിന്നതിന് ശേഷം രണ്ടുപേരും അവന്റെ ശരീരത്തിൽ നടന്നു മാറി. മുറി വിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവരെയും കാത്തുന്ന പോലെ ഡൈനിങ്ങിൽ എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടായിരുന്നു.
ആ കൂട്ടത്തിൽ ഫെബിയും ഇന്നൊക്കെ ചെയ്യുന്ന നല്ല ഒന്നാന്തരം മൊഞ്ചനായിട്ടുണ്ട്. ആദ്യ ഒരു നിമിഷം അന്തം വിട്ട് അവനെ തന്നെ നോക്കിപ്പോയി. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്ത് ഡീസന്റായി. കണ്ണുകൾ തമ്മിലുടക്കിയപ്പോൾ നിറഞ്ഞ ഓരോ പുഞ്ചിരികൾ പരസ്പരം സമ്മാനിച്ചു. പെട്ടെന്ന് ഇറങ്ങണം, സമയായി, മൂത്താപ്പ ഓർമ്മിപ്പിച്ചു. ഷിയാബ് വേഗം ഉമ്മയുടെ അരികിലേക്ക് ചെന്ന് ആ കൈകൾ കൂട്ടിപ്പിടിച്ചു. ഞാൻ ഇറങ്ങട്ടെ ഉമ്മ? ഉമ്മാക്ക് പിടിച്ചിർത്താൻ കഴിഞ്ഞില്ല. കണ്ണുകൾ കരകവിഞ്ഞൊഴുകി. എത്രയോ ചെറുപ്പത്തിലെ ഒരു കുടുംബത്തിലെ മുഴുവൻ ഭാരം ഏറ്റെടുത്ത് തലയിൽ വെച്ച മോനാണ്. അവന് നല്ല മാത്രം വരുത്തണേ പടച്ചോനെ. ഒരു തേങ്ങലോടെ അവൻ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ടവർ അവന്റെ കവിളിലാകെ തുരുതുരെ മുത്തം വെച്ചു. ഉപ്പ എന്ന ഓർമ്മ അവന്റെ ഉള്ളിൽ ഒരു നീറ്റലുണ്ടാക്കി. ഉമ്മയുടെ മുഖം കൈക്കുമ്പിളിലാക്കി ഇരു കവിളിൽ അവനും മാറി മാറി ചുംബിച്ചു. ശേഷം എല്ലാവരോടും സമ്മതം പറഞ്ഞ് വീടിന്റെ പടിയിറങ്ങി. അവനായി അലങ്കരിച്ചു വെച്ച കാറിനടുത്തേക്ക് നടന്നു. ആഷി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. അവൻ കയറിയിരുന്ന ശേഷം ഫെബി ആഷിയും പുറകിലേക്ക് കയറി. നിരത്തി നിർത്തിയ കാറുകളൊന്നായി ഗേറ്റ് കടന്ന് റോഡിലേക്ക് ഇറങ്ങി. ആണുങ്ങൾ മുഴുവൻ പള്ളിയിലേക്ക് പോയതും ഷിഫയെ കൊണ്ടുവരാൻ അമ്മായിമാർക്കൊപ്പം ആദ്യം കുട്ടിപ്പട്ടാളങ്ങളും റെഡിയായി. നിക്കാഹത്തിന്റെ എല്ലാ പൂർണ്ണതയോടും കൂടി ഭംഗിയായി കഴിഞ്ഞു. കൂടെ വന്നവരെല്ലാം തിരികെ വീട്ടിലേക്ക് തന്നെ മടങ്ങി. ഷിയാബിന്റെ കാറ് നേരെ ഷിഫയുടെ വീട് ലക്ഷ്യം വെച്ച് നീങ്ങി. അവിടെ പെൺപടകൾ അവനായി കാത്തിരിക്കുകയായിരുന്നു. അവരുകൂടെ എത്തിയതും എല്ലാവരും ഒരുമിച്ച് ഷിഫയുടെ വീട്ടിലേക്ക് കയറി. അവളുടെ മനസ്സിൽ സന്തോഷത്തിന്റെ പെരുമഴയായിരുന്നു. അവർ വരുന്നതും സ്വീകരിച്ചിരുത്തുന്നതുമെല്ലാം ജനലിനപ്പുറം ചേർന്ന് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവൾ എല്ലാം ഒരു ചിരിയോടെ നോക്കി നിന്നു. കുറച്ചു സമയം അവിടെ സംസാരിച്ചതിന് ശേഷം അവരെല്ലാം കൂടി അകത്തേക്ക് കയറി ചെന്നു. ഷിയാബിനെ പോലെ തന്നെ ഒരു സിമ്പിൾ വൈറ്റ് ഗൗണും പേരിന് മാത്രം ആഭരണങ്ങളും മേക്കപ്പും. ഇരുവരും തമ്മിൽ കണ്ടപ്പോൾ രണ്ടുപേരുടെ യാത്രകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിടർന്നു. ആദ്യം അമ്മായിമാരും ചോദിക്കുന്നതിനൊക്കെ അവൾ മറുപടി കൊടുത്തു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. സമയം അതിന്റെ വഴിക്ക് നീങ്ങി. ഷിഫയെയും കൊണ്ട് പടിയിറങ്ങാൻ നേരമായി. അവളുടെ ഉള്ളിൽ വേദന തളം കെട്ടി. മുഖത്തെ സങ്കടം നിറഞ്ഞു. ഇതുവരെ ചിരിയോടെ നിന്നവളുടെ ഭാവം മാറുന്ന് ഷിയാബ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവളുടെ മനസ്സ് കണ്ടെന്നോണം അവൻ അവളെ ചേർത്ത് പിടിച്ചു. എല്ലാവരോടും യാത്ര ചോദിച്ചു. ഹയയും ഉമ്മയും ഉപ്പയും ഒക്കെ കെട്ടിപ്പിടിച്ച് അവരുടെ കവിളുകളിൽ ഓരോ മുത്തം കൊടുത്തു. അവർ തിരിച്ചിറങ്ങാൻ നേരം ഉപ്പ അവളുടെ കൈ പിടിച്ച് ഷിയാബിന്റെ കയ്യിലേക്ക് വെച്ച് അവന്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി. ആ നോട്ടത്തിലുണ്ടായിരുന്നു എല്ലാം. എന്റെ മോളെ പൊന്നുപോലെ നോയിക്കോണേ എന്ന് പറയാതെ പറഞ്ഞു. അത് മനസ്സിലാക്കിയെന്നോണം ഷിയാബ് ഉപ്പയെ കെട്ടിപ്പിടിച്ച് പുറത്തൊന്ന് തട്ടി. ഞങ്ങൾ ഇറങ്ങട്ടെ ഉപ്പ പറഞ്ഞുകൊണ്ട് അവൻ അയാളിൽ നടന്നു മാറി ഷിഫയുടെ കയ്യിൽ പിടിച്ചു. ഉപ്പ സമ്മതം നൽകി. തന്റെ പ്രിയനോടൊപ്പം അവന്റെ സംരക്ഷണ വലയത്തിലേക്കായിട്ട് കൂടി ആ വീടിന്റെ പടിയിറങ്ങിയപ്പോൾ ഷിഫയുടെ കണ്ണുകൾ പെയ്തൊലിച്ചു. അവളുടെ കയ്യിലുള്ള അവന്റെ പിടുത്തം ഒന്നുകൂടെ മുറുകി. അവർക്ക് യാത്ര ചെയ്യാനുള്ള ഷിയാബിന്റെ ആഡംബരക്കാർ ചുവന്ന റോസാപ്പൂക്കളുടെ അലങ്കാരത്തോടെ മുന്നിലേക്ക് വന്നു നിന്നു. വണ്ടി ഒതുക്കി നിർത്തി ഫെബി അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഷിയാബ് ഷിഫക്കായി ഫ്രണ്ട് ഡോർ തുറന്നു കൊടുത്തു. നിറകണ്ണുകളോടെ ഒന്നുകൂടി എല്ലാവരെയും തിരിഞ്ഞു നോക്കി അവൾ അതിനകത്തേക്ക് കയറി. ഡോർ അടച്ച് ഷിയാബ് ഡ്രൈവർ സീറ്റിലേക്ക് കയറിയിരുന്നു. പോവാം. അവൻ ഷിഫയെ നോക്കി. സമ്മതമെന്നോണം അവൾ തലയനക്കി. ഫെബി ആദ്യോടൊപ്പം അവൾ വന്ന കാറിലേക്ക് കയറി. അവരൊരുമിച്ച് യാത്ര തിരിച്ചു. യാത്രയിലുടനീളം ഓരോന്ന് ചോദിച്ചും പറഞ്ഞു അവൻ ഷിഫയുടെ മൂഡ് ഓഫ് മാറ്റിയെടുത്തു. വീടിന് മുമ്പിൽ വണ്ടി വന്ന് നിന്നപ്പോഴേക്കും ആള് ഓക്കെ ആയിരുന്നു. ആദ്യം ഷിയാബ് തന്നെ ഇറങ്ങി. ശേഷം അവൾക്ക് ഡോർ ഒന്നെടുത്ത് അവളുടെ നേരെ കൈ നീട്ടി. അവന്റെ ഉള്ളം കൈയിലേക്ക് കൈ ചേർത്ത് വെച്ച് അവൾ അതിൽ നിന്നും പതിയെ ഇറങ്ങി. എന്തിനെന്നില്ലാതെ അവളുടെ ഉള്ളം പിടച്ചുകൊണ്ടിരുന്നു. ഷിയാബിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മണവാട്ടി മണവാളിന് ഉമ്മറത്തെത്തിയെന്നറിഞ്ഞതും അകത്തുള്ളവരെല്ലാം പുറത്തേക്ക് ഇരച്ചെത്തി. കൂട്ടത്തിൽ ഉമ്മയും. തെളിഞ്ഞ പുഞ്ചിരിയോടെ ഉമ്മ അവർക്കരിയിലേക്ക് ഇറങ്ങിച്ചെന്നു. കയറി വാ മോളെ. ഉമ്മ അവളുടെ വലത് കൈ കവർന്നു. അവൾ ഷിയാബിനെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് സമ്മതം കൊടുത്തു. അവന്റെയും ഉമ്മയുടെയും കയ്യിൽ പിടിച്ച് ബിസ്മിയും ചൊല്ലി വലത് കാല് വെച്ച് അവൾ അകത്തേക്ക് കയറി. സോഫയിലേക്ക് ഇരുത്തി ഇരുവർക്കും ഉമ്മ മധുരം നൽകി. തന്നെ കൊത്തിവലിക്കുന്ന നോട്ടമില്ല, പകരം ചുറ്റിലും സ്നേഹപ്രകടനങ്ങൾ മാത്രം. അവളുടെ ഉള്ളിൽ അനാവശ്യ ഭയം പതിയെ കെട്ടടങ്ങി. ആദി, നീ മോളെയും വിളിച്ച് മുറിയിലേക്ക് ചെല്ല്. ആ വേഷമൊക്കെ ഒന്ന് മാറി ഫ്രഷ് ആവട്ടെ അവള്. അമ്മായി പറഞ്ഞു. അവൾ ഷിഫയെ നോക്കി. അവൾ എഴുന്നേറ്റ് ആദിക്കൊപ്പം നടക്കാനൊരുങ്ങി. കൊണ്ടുപോകുന്ന കൊള്ളാം, പോരെടുത്ത് പേടിപ്പിക്കരുത് എടോടി. ആദിക്കൊരു വാണിംഗ് എന്ന പോലെ ഷിയാബ് ഓർമ്മിപ്പിച്ചു. അത് കേട്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി. ശേഷം ഷിഫയെയും വിളിച്ച് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഷിഫയുടെ വീട്ടിൽ നിന്നും തട്ടിക്കയറ്റിയ ഫുഡിന്റെ ആലസ്യത്തിൽ എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ് റെസ്റ്റ് എന്ന ഉദ്ദേശത്തോടെ സ്വന്തം റൂമിൽ ലക്ഷ്യമാക്കി അവർക്ക് പുറകെ ആഷിയും കയറി തുടങ്ങി. അപ്പോഴാണ് ഫെബി അവനെ പുറകിൽ നിന്ന് വിളിക്കുന്നത്. ആഷി. ആ എന്താ സാർ? ഒരു കാര്യം സംസാരിക്കാൻ ഒന്ന് പുറത്തേക്ക് വരാൻ പറ്റുമോ? പറ്റുമെന്നോ? സാർ എന്നോടോ? അതിനെന്താ? അവൻ തിരിച്ചിറങ്ങി ഫെബിയുടെ കൂടെ പുറത്തേക്ക് നടന്നു. എന്താ സാർ? അത് ഞാൻ ചോദിച്ചത് നീ ആദ്യോടെ പറയണ്ട. ഇന്ന് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. കൂട്ടത്തിൽ അവൾ എനിക്ക് അവളുടെ പാസ്റ്റൊക്കെ പറഞ്ഞു തന്നു. കേട്ടപ്പോൾ ആ പഴയ നായകനെ കാണാനൊരാഗ്രഹം. അവളോട് ചോദിക്കാൻ തോന്നിയില്ല. വെറുതെ വിഷമിക്കണല്ലോ എന്ന് കരുതി. നിന്റെ കയ്യിലുണ്ടോ ഒരു ഫോട്ടോ കിട്ടാൻ?
അവൻ ചോദിച്ചിരുന്നും ആഷി പോക്കറ്റിൽ നിന്നും ഫോൺ വലിച്ചൂരിയെടുത്ത് ഗ്യാലറിയിൽ നിന്നും തപ്പാൻ തുടങ്ങി. കുറച്ചു സമയം തെരച്ചിലിനൊടുവിൽ ഫോൺ ഫെബിക്കുന്നതിന് തിരിച്ചു. അതിൽ ചിരിച്ചു നിൽക്കുന്ന ആളൊരു നിമിഷം അവൻ കണ്ണെടുക്കാൻ നോക്കി നിന്നു. ഓക്കെടാ, ഒന്ന് കാണുന്നേ ഉണ്ടായിരുന്നുള്ളൂ, കണ്ടു. ഇനി നീ നിന്റെ കാര്യം എന്ന് വെച്ചാൽ ചെയ്തോ, ഓക്കെ? ഫെബി പറഞ്ഞ ആഷി തിരിഞ്ഞ അകത്തേക്ക് തന്നെ പോയി. എന്റെ ഊഹം തെറ്റിയില്ല, ഞാൻ ഉദ്ദേശിച്ച ആള് തന്നെ. ആഷി പോയ വഴിയെ നോക്കി ഫെബി മനസ്സിലൊരു വിട്ടു. ശേഷം എന്തോ ഓർത്ത പോലെ അവന് പുറകിലായി ചൂടുകൾ വെച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.